രാവിലെ പിന്നെ ഇറച്ചിക്ക് എരിഞ്ഞ സബോളയെല്ലാം സബോളയുടെ തൊലിയെല്ലാം കൊണ്ട് നിൽക്കലാണ്. അപ്പോൾ എനിക്ക് പത്തരയ്ക്ക വേണം തോരൻ വെക്കാൻ. അപ്പോൾ ഇതെല്ലാം പഴുത്ത് കിടക്കും. അപ്പോൾ പൊക്കമുള്ള ആളുകൾ കുറച്ച് പഠിക്കും കത്തുവോ എവിടെ മേളിൽ നിന്ന് പഠിക്കല്ലേ ഇതെല്ലാം വിളഞ്ഞല്ലേ. ഞാൻ കമ്പി ഇട്ടു. ആ ഒറ്റ മേളിൽ കിടക്കുന്ന ഒറ്റയായിട്ടുള്ളത് പറയും. പപ്പരയ്ക്ക തോരൻ വെക്കണം, 2 മാങ്ങ വയ്ക്കണം, അതും കൂടെ പരിശോധിക്കാൻ. മാങ്ങയ്ക്ക് മറ്റേ തൊട്ടിയില്ലാതെ കിട്ടും. അവിടെ കിടപ്പുണ്ട്. പൈസ കൊടുത്താൽ വാങ്ങി നമുക്ക് അതിൻ്റെ അകത്ത് ഏറ്റവും ചെറുത് ആറുള്ളൂ. മതിയല്ലോ. പടവലിങ്ങയുടെ സീസൺ തന്നപ്പോൾ ഇപ്പം മാങ്ങ സീസൺ. ബാക്കി നമുക്ക് അടുക്കളയിൽ എന്തൊക്കെ ചെയ്യുമെന്ന് കാണിച്ചു തരാൻ മതി. ചക്ക ആയിരുന്നു, ചക്ക കിടക്കുന്നുണ്ട്. മേലൊന്നുമില്ലല്ലേ? ഞാനൊന്നുമില്ല. പിന്നെ ഞാൻ ചെയ്യാൻ പോണത് ഞാനിന്ന് വെക്കുന്ന ഇന്ന് അവിടെ നിന്നാ അല്ലെങ്കിൽ വലുത് കേൾക്കാൻ പറ്റും ശബ്ദങ്ങൾ. കുഴപ്പം. ഞാനിന്ന് ചെയ്യാൻ പോണത്, ഞാനിന്ന് ഇറച്ചി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കോഴി, അപ്പോൾ കോഴി വറുക്കുക, ബീഫ് ഫ്രൈ ആക്കുക, മോര് കാച്ചാം, മാങ്ങ അച്ചാർ ഇച്ചിരി ഇരിപ്പുണ്ടാകത്തേക്ക് ഇതും കൂടെ ഇടണം, മോര് കാച്ചണം, പപ്പരിക്ക തോരൻ ഉണ്ടാക്കണം. ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കണം. ബീഫ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, ചോറ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സബോള വേണ്ടും മിക്സിക്കകത്തിട്ട് അരിഞ്ഞെടുക്കാൻ വെച്ചു. അപ്പോൾ അതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മാങ്ങയും കുറച്ചു. ഇനി നമുക്ക് അകത്ത് വരിക. ഒരു ചെറിയ ഇന്ന് എന്തൊക്കെയാണോ ഉണ്ടാക്കുന്നതെന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഇടാൻ പോണേ. അപ്പം ഞാനിത് വലിയ ഇതൊന്നുമില്ല, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അതുപോലെ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചാണ്. വലിയ ഡബിങ്ങോ അങ്ങനൊന്നുമില്ല. എന്തൊക്കെ ഞാനവിടെ ചെയ്യുന്നു അത് കറക്റ്റ് വീഡിയോയിൽ എടുത്തിടുക. അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. പോയി ഇന്ന് നമ്മുടെ സബോള എരിയുന്ന ഇതിൻ്റെ അകത്ത് വല്ലപ്പോഴും ഒക്കെ എടുത്തു. തൽക്കാലത്തേക്ക് അവിടെ പഴയ മിക്സി ഉണ്ട്. ഒരാഗ്രഹത്തിന്റെ പുറത്ത് വാങ്ങിച്ച മിക്സി. ഇറച്ചിയൊക്കെ അറിയാൻ
മാവ് കുഴയ്ക്കാൻ സൂപ്പർ. അരയ്ക്കാനും വലിയ കുഴപ്പമില്ല. ഇടുന്നതാണ് ഇനി പണി. ഇവിടെ ഇടുന്ന ഒരു എക്സ്പെർട്ട് ഉണ്ട്. ആ എക്സ്പെർട്ടിനെ കൊണ്ട് ഇത് വീഴ്ചിട്ട് തിരിക്കടി കൈ വെച്ച് മുറിഞ്ഞ ഒരു പാട്ടിട്ട് കൊടുക്കും. അപ്പൊ നമ്മള് സബോള അരിഞ്ഞു. വരുമ്പോഴല്ലേ പഠിക്കത്തത്. ഇല തുടങ്ങുമ്പോഴാണ് പണി. തോരൻ വെക്കാൻ ഈ ബ്ലേഡല്ലല്ലോ, മറ്റേ ബ്ലേഡല്ലേ.
ഇത് മൊത്തത്തോടെ ഇങ്ങനെ അരിയുന്നുണ്ട്. ചള്ളാസിന് ഉപയോഗിക്കും. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അതിനും എടുക്കാം. സബോള വറുത്തൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഇതിങ്ങനെ അരിഞ്ഞിട്ട് മറ്റേ എയർ ഫ്രയർ ഉള്ളവർക്ക് വറുത്തെടുക്കും. എനിക്കിൻ്റെ അതെ പപ്പരിക്കയും കൂടെ അരിഞ്ഞ് വെച്ചിട്ട് കഴുകി വെക്കുവാണെങ്കിൽ ആ പരിപാടി തീരുമല്ലോ. പപ്പരിക്കയ്ക്ക് വേറെ ബ്ലേഡ് വേണം. പ്രീതിക്കാർ വിട്ടേന്ന് തന്നെ ഉള്ളു കാര്യം. അതെയോ ഇന്നും തിരിഞ്ഞേ മാങ്ങ പച്ചടി വെക്കണം, മാങ്ങ അച്ചാറ് വെക്കണം എന്നൊക്കെ തീരുമാനം. കരിഞ്ഞ് കിട്ടുന്ന അങ്ങനെ കിട്ടും. കണ്ടോ ഒരു മാത്രം അങ്ങനെയൊന്നുമില്ലല്ലോ. മാങ്ങ ഒരു ഉള്ളി പോലും ഇല്ലാതെ ഒരു മാത്രം. ഈ കുത്തിയിരുന്ന് അരിയാൻ താമസമുള്ളവർക്ക് ഇത് പോകാമല്ലോ. തൊലിയൊന്നും അരിയത്തില്ല. തൊലിയൊക്കെ വന്നിട്ട് തൊലിയൊക്കെ സെപ്പറേറ്റ് എല്ലാവരും സൂപ്പറായിട്ട്. ഈ തൊലി കട്ടിയുണ്ട് മൂന്നാല് അല്ലേ? തൊലിയെ വാങ്ങിയില്ല. തൊലി എത്താതെ നമുക്ക് പരിപാടി നടത്താമെന്ന് ഇത്രേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ അച്ചാറിടും, അല്ലെങ്കിൽ പച്ചടി ഇടും അല്ലേ. അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇനി അടുത്ത കറി വെക്കാൻ പോകും. ആദ്യം ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെക്കുക. ഇവിടെ ഇങ്ങനെ ഒത്തിരി പോകണം. ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കട്ടെ. ചില്ലിൻ്റെയൊക്കെ പാത്രം ആയതുകൊണ്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് കറി എല്ലാം വൃത്തിയാക്കിയിട്ട് കറി വെക്കാൻ വേണ്ടി ഒരു സബോള എല്ലാം ഇറച്ചി വെച്ചിട്ടുണ്ട്. ഇത് വാട്ടി ഇത് കറി വെച്ചിട്ട് തോരൻ വെക്കണം. മാങ്ങാച്ചെറുപ്പം നൂല് വെച്ചു. ഇന്നൊരാൾ ഫ്രിഡ്ജിലിരിക്കുന്നു, അതും കൂടെ റെഡിയായിരുന്നു. ഇത് കറുത്തി ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചിരിച്ചിട്ട് ചൂടോടെ തിന്നാൻ പറ്റുള്ളൂ. ബീഫ് അല്ല കോഴി. ഞാൻ ലാസ്റ്റ് എല്ലാം കഴിയുമ്പോൾ വറുത്തൊക്കെ ചൂടോട്ട് അതിന് വെച്ചിട്ട് നല്ല ഫ്രഷ് കരിയാപ്പില കുറച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ പുറത്തിലും ഇല്ലാന്ന് അത് ഈ കരിയാപ്പില പോലെ ഇളത്തെ മൂത്ത കരിയാപ്പില അതെടുക്കണം. ഇത് ഇളക്കുന്നത് നല്ല നമുക്കത് പാത്രം ഞങ്ങൾ മാങ്ങ പറിച്ചോണ്ട് ഇതൊരു കഥ പറഞ്ഞായിരുന്നേ. പണ്ട് ഓരോരുത്തരുടെ വീട്ടിൽ മാങ്ങ വാങ്ങിക്കാൻ ചെല്ലുമ്പോഴേ അവരുടെ വീട്ടിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് മാങ്ങ വാങ്ങിക്കുന്നേ. ഞാൻ ഈ കഥ ഇച്ചിരി മുന്നേ പറഞ്ഞു, പക്ഷെ അത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. അതിൽ ഈ അപ്പുറത്തെ പണിയുടെ ശബ്ദം കാണും. നമ്മൾ മാങ്ങ പറിക്കാൻ പൈസ കൊടുത്താൽ വാങ്ങിക്കുന്നു. എന്നിട്ട് അവർ അവിടുന്ന് ഏറ്റവും കുരുന്നും ഏറ്റവും പിഞ്ചും പറിച്ചിരുന്നു അല്ലേ. എന്നിട്ട് ഈ നമ്മളെ കാണിക്കാനുള്ള അടവിന് സൈഡിൽ നിന്ന് കൊടുത്തിട്ട് കൂടെ കയറി നോക്കിയിട്ട് കുറേ സമയം അവർ അതിന് വേണ്ടി ഇടുന്നത്. അതിനെ നശിച്ചോട് കുറേ വരും. ഈ നെയ്ക്കകത്തും ഇച്ചിരി വെള്ളമയമൊക്കെ ആയിട്ട് ഇതും കൊണ്ട് വെന്ത് നല്ല ഇതായിട്ട് കിട്ടും.
ഇതിൻ്റെ അതിൽ കുറച്ച് സബോള കുറച്ച് കൂടുതൽ ഞാൻ എടുത്തത് ചള്ളാസിന് വേണം കൂടുതൽ അരച്ചെടുക്കാൻ. അപ്പം അത് ബാക്കി ചള്ളാസിന് പിന്നെ അറിയാതെ ഇപ്പോൾ അത് മൊത്തം കൂടി ഇട്ടാൽ മതിയല്ലോ ഇത്ര. ഇവിടെ ചള്ളാസ് ചുമ്മാ കോരി തിന്നും. അപ്പം അതിന് ഇച്ചിരി കൂടെ സബോള വേണ്ടി വരുമോ? അപ്പം അതിനൊക്കെ കുറച്ച് മാറ്റി വെച്ചു. അപ്പം ഈ നെയ്യുടെയും ഞാൻ ഇതിൻ്റെ അകത്ത് ഇറച്ചിയുടെ വെള്ളത്തിൻ്റെയൊക്കെ ഇതിൻ്റെ അകത്ത് കിടന്ന് നിന്ന് കഴിയുമ്പോൾ ആ കറി ആ സബോളയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതവിടെ നിന്ന് നന്നായിട്ട് വെന്ത് വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ മസാലയൊക്കെ ചേർത്തിട്ടാണ്. സാധാരണ ഞാൻ ആ കുക്കറിൽ തന്നെ എടുക്കുന്നത്. അപ്പോൾ എനിക്കിന്ന് ചിക്കനും വറുക്കുകയും കൂടി ചെയ്യുന്നതുകൊണ്ട് ഉരുളിക്കകത്തങ്ങ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇത് നന്നായിട്ട് അവിടെ നിന്ന് വെന്ത് ആ നെയ്ക്കകത്ത് വാടി ഇതാട്ടെ. അന്ന് കഴിഞ്ഞിട്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പം മോരിനുള്ള കാര്യങ്ങളൊക്കെ ഇത് അച്ചാറിട്ട് തന്നെ വെക്കല്ലേ, പച്ചക്കിടാം. അതായത് ഇതുണ്ടാക്കണം പച്ചക്കിട്ടാ പച്ചക്കിടുമ്പോൾ ലാസ്റ്റ് അല്ല പച്ചടി ഉണ്ടല്ലോ, പച്ചടി ഉണ്ടല്ലോ. അച്ചാറിടിപ്പില്ലേ എൻ്റെ തൊണ്ട വെച്ചോ അതെ അച്ചാറൊന്നും പച്ചടിയല്ല. ഇപ്പം തേങ്ങ ഒഴിച്ചിട്ടുണ്ട് വരുമ്പോഴാണ് ചള്ളാസിനുള്ള പദത്തിൽ മുളക് പച്ച പാത്രം ജലപൊടി പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ വെള്ളത്തോ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഞാൻ കയ്യിട്ട് ഞാൻ ദിവസത്തുള്ളത് എന്നാലേ അതിനുള്ളൊരു ടേസ്റ്റ് വെച്ചിട്ടുള്ളൂ. അത് റെഡിയായി. മോരും കൂടെ കാച്ചി വെച്ചിട്ട് തുടങ്ങും. ശുദ്ധമായ വെളിച്ചെണ്ണ ഇത് ഞങ്ങൾ എണ്ണ ആട്ടുന്നതിന് ഒരു ഓപ്ഷൻ തരും. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആകുമ്പോൾ എനിക്ക് പോകുന്നുണ്ട് ഞാനൊരു മുളക് ഒരു പച്ചമുളക് വെളുത്തുള്ളി ജീരകം മോരിപ്പറയും ചള്ളാസുണ്ട്. ഒരു പണിക്ക് രണ്ടെണ്ണം തീർന്നു. അപ്പോൾ അത് അവിടെ കിടന്ന് വേകുന്ന സമയത്ത് ഈ കാര്യങ്ങൾ നടക്കും.
ഇത് കട്ടി ഇതായതുകൊണ്ട് നമുക്ക് വെള്ളം കുടിച്ചു. ഞാൻ മിൽമയുടെ തൈരല്ലേ മിൽക്കി മിസ്റ്റിൻ്റെ തൈരൊക്കെ ഉപയോഗിക്കും. ഇതിനൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക്. മറ്റുള്ള തൈരിന് ചിലപ്പം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാധാ തൈരിന് പുളി കാണത്തില്ല. വേറെ പുളിയായതുകൊണ്ട് ചൂട് വരച്ച് വെച്ചു മതിയല്ലോ. മോര് കറി റെഡി. മോര് കറിക്ക് ഉപ്പും കൂടിയിട്ടുണ്ട്. മോര് കറിയുടെ തീ ഉണ്ടാക്കിയിട്ടില്ല. മോര് കറി നമ്മളൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. തിളച്ചു പോയാൽ പിരിഞ്ഞു. അങ്ങനെ ഇതെല്ലാം ചേർത്തിട്ടാണ് വലിച്ച് തീ കത്തിച്ച് ചെറുതായിട്ടുണ്ടാക്കി. ഈ സോസ് പാനിൽ ചാളപ്പിക്കാനൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ മോര് കച്ച കടുക് പൊട്ടിക്കുകയും മോര് കച്ചാൽ ഇത് ഏതാണ്ടൊക്കെ വെന്ത് വന്നു. വെള്ളമൊക്കെ ആയിട്ട് നെയ്യുടെ വെള്ളവും എല്ലാം കറിക്കായി ചേർത്തുള്ളൂ. പക്ഷെ എപ്പോഴത്തെ അത്ര നെയ്യില്ല കേട്ടോ. മോര് കറി റെഡിയാക്കി അതായത് നമ്മുടെ ഇറച്ചി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിച്ചു വെള്ളം പറ്റി സവോള വെന്തു. എനിക്കറിയത്തില്ല സവോള വേവിച്ച് അച്ഛനാ വന്നിരുന്നു. സവോള വേവിച്ചിട്ട് വറുക്കാനുള്ള വെളിച്ചെണ്ണ എടുക്കണം. അല്ലെന്ന് ഉപ്പിങ്ങനെ ഒഴിക്കാൻ നേരത്ത് വെക്കാനായി പാത്രം തന്നു. അതിവിടെ കൊണ്ടു ഇവിടെ കുഞ്ഞേരി കൊണ്ടു മറച്ചു പതിയെ 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 മതി പതിയെ അല്ലേ. നല്ലെണ്ണ ഉണ്ട്. അത് ആട്ടിയ തെളിഞ്ഞില്ലായിരുന്നു. അന്ന് ആട്ടിയതേ ഉള്ളത്. അന്ന് ഇവര് പൂവുന്നുണ്ട് സൈഡിൽ കൊടുക്കട്ടോ. അതൊന്ന് കുപ്പി മാറ്റണ്ടേ. പോലെ ഒറ്റ കമ്മത്തോട്ട് കമ്മത്തണം, അല്ലെങ്കിൽ ആ സൈഡിൽ ഇങ്ങനെ തുളുമ്പും. ഇരുന്നില്ലേ ഇയാളുടെ ഇരുന്ന് പറയുന്നേക്ക് കേട്ടോ. അറിയാവോ കഴിഞ്ഞ ദിവസം അച്ഛനെ വിളിച്ചു ഡിഗ്രി ഇരട്ടി താഴെ ഫുള്ളിങ്ങനെ ഇരിക്കും. മതിയല്ലേ. വെളിച്ചെണ്ണ വിലക്ക് ഇതൊക്കെ കളയാൻ വലിയ ഇരിക്കുന്നു. ആ തോരൻ്റെ പൊക്കരി വെച്ചിട്ട് ചിത്രം പുറത്തില്ല തേങ്ങ.
ഇന്ന് സബോള അങ്ങനെ വാടത്തി പോയി മുകളിലേക്ക് ഫ്രിഡ്ജിൽ നമ്മൾ വെച്ചിരിക്കുന്ന സാധനം കണ്ട നല്ല അടിപൊളി. എടാ ഇതിൻ്റെ അകത്ത് ഇന്ന് പുറത്തേക്ക് നിനക്ക് ആ തൂത്ത് കളഞ്ഞാൽ പോരായിരുന്നു. ഇത് കണ്ട ഇത് എണ്ണയ്ക്കകത്ത് വറുക്കണോ ഓവനിൽ വറുക്കണോ? ടേസ്റ്റ് കാണത്തില്ല. അൽഫാം കണക്ക് കിട്ടും. ടേസ്റ്റ് കാണത്തില്ല. മണ്ണത്തെ അങ്ങനെ എടുത്ത് ബംഗാളിയാ ചൂട്ടുമായി തേങ്ങ കുറച്ച് തരുന്നേ. ബംഗാളി അടിപൊളിയായിട്ടോ വരുന്നത്. എന്തോ മറ്റേ എന്തോ ബാബു നമ്മൾ ആണിപ്പൊടി വേപ്പോ ഇബലാപുരി മധുരാപുരി മധുരാപുരി എന്ന് പറയുന്ന ഒരു പാനിപുരി. ഇതിൻ്റെ സ്പെഷ്യൽ ഉള്ളി വെളുത്തുള്ളി അങ്ങനെ കുറേ ഐറ്റംസ് പുതിനയില മല്ലിയില കേട്ടോ. അതെല്ലാം കൂടെ ചതക്കുകയാണ്. പച്ചമുളക് കാന്താരി വെള്ളക്കാന്താരി ഇതെല്ലാം കൂടെ ചതക്കുകയാണ്. ഞാൻ മാരിനേറ്റ് ചെയ്യാനും അത് തന്നെ വെച്ചിടും. എല്ലാം കൂടെ അതിട്ട് കൊടുക്കുക. എപ്പോഴും മിക്സിക്കാതെ ചതച്ച് വെച്ചിട്ട് ഞാൻ ആ സംഭവം അങ്ങ് മണന്ന് എടുക്കാറ്. ലാസ്റ്റാണ് അതിൻ്റെ ചേർത്ത് കാന്താരി എന്നിട്ട് കൈവച്ചെടുത്തിട്ട് നല്ല കൂട്ട് ഇത് നമ്മൾ തന്നെ വറുത്ത് പൊടിച്ച മല്ലിയാണ്. ഇതിപ്പോൾ ഓവറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം. എൻ്റെ പറിച്ച് അത് തന്നെ മല്ലിയൊക്കെ വാങ്ങിച്ച് പൊടിച്ചു കടയിൽ നിന്ന് മുളക് പൊടി ഭയങ്കര ഒരു വലിപ്പം. ബിരിയാണി കൂടെ അതിനകത്ത് അതിന് കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി ഒരു സ്പൂൺ ഇട്ടാൽ തന്നെ നല്ല എരിവ് അല്ലേ? ഒരു സ്പൂണേ ആയിട്ടുള്ളൂ. എരിവായിരിക്കുമല്ലേ? കറിയൊക്കെ വെച്ചിട്ടില്ലേ നല്ല അതുകൊണ്ട് കുറച്ച് കറി കുറവാണ്. ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ മസാല ഇത് നമ്മൾ തന്നെ പൊടിച്ചെടുക്കും കേട്ടോ. എല്ലാം മസാലക്കൂട്ടെല്ലാം വാങ്ങിച്ചു കൊടുക്കും. എൻ്റെ റെസിപ്പി എൻ്റെ സ്വന്തം റെസിപ്പി. ഞാൻ തന്നെ കണ്ടെടുത്ത റെസിപ്പി എൻ്റെ കറികൾ. കളർ കുറവാണ്. അച്ഛനും മസാലയ്ക്ക് മണ്ണിട്ട് വരുമ്പോൾ ഒക്കെ ആവുമായിരിക്കും. മുളക് കുറഞ്ഞതിൻ്റെ ഒരു ഈ ബീഫ് വേവിക്കുന്നതിനകത്ത് ഞാൻ സബോള വെളുത്തുള്ളി ചെറിയ ഉള്ളി എല്ലാം ഇട്ടിട്ടുണ്ട്. ആ ചെറിയ ഉള്ളിയൊക്കെ ഇല്ലാതെ കിടന്ന് കറിലടിച്ച് കഴിയുമ്പോൾ നല്ല ഈ ഇല എന്തോന്നറിയോ നല്ല മണമുള്ളൊരു സാധനം ഇത്. സർവ്വസുഗന്ധി നല്ല കേട്ടോ. നമുക്ക് ചിലപ്പോൾ മസാലയൊക്കെ കുറവാണെങ്കിൽ അതുണ്ടെങ്കിൽ പിടിച്ച് നിൽക്കും. ഇത് കളർ കുറവല്ലേ? ഉള്ളി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു എരിവിൻ്റെ ഒരു വെള്ളം കുടിച്ചു പോകും. കറിക്ക് ഒരു കളർ വരില്ലേ? കളറൊക്കെ വെളുത്തിരിക്കുന്നു.
ഇതൊക്കെ ശരിയട്ടോ, കുറച്ച് കഴിക്കത്തുള്ളൂ, നാളത്തേക്ക് മിച്ചം പിടിക്കില്ല. ഇല്ല, എങ്ങനെ എന്തെൻ്റെ ഐഡിയ? കളർ കുറവാണോ? ഇറച്ചി കളർ കുറവാണോ? ഇതേ മുളക് പൊടി കുറച്ചിട്ട് വേണോ? ചോട്ടുപായ തന്നെ എരിവും വെച്ചു. നമ്മൾ ഈ മാങ്ങ ഇത് അതിൻ്റെ ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് കൂടി അവിടെ തേങ്ങ പൊട്ടിക്കുന്നുണ്ട്. രാവിലെ അപ്പുറത്തെ പരിപാടിയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇപ്പം തേങ്ങ പൊട്ടിക്കും. ഞങ്ങളെ ശല്യപ്പെടുത്തും. ഇറച്ചി വെച്ചിട്ട് വർത്തമാനം പറയാൻ പോകില്ല. പണി തേങ്ങാ കൊത്തിട്ടെന്ന് പറഞ്ഞാൽ തേങ്ങാ കൊത്തും കൂടെ എടുത്തു തന്നെ. ഇത് നമ്മുടെ മാങ്ങാപ്പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കടുക് വറുത്ത് ചേർക്കണേ ചേർക്കാം, ഇല്ലെങ്കിലും അടിപൊളിയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്തു കേട്ടോ. ഇതെൻ്റെ ഇതാണ് സാധാരണ പച്ചടി വെക്കുന്ന രീതിയൊന്നുമില്ല. ഞാനിത് ആ മാങ്ങ പിഴിഞ്ഞ് പച്ച നല്ല പുളിയുള്ള മാങ്ങ പിഴിഞ്ഞിട്ട് അത് വേവിക്കാൻ വെച്ച് അതിനകത്ത് പഞ്ചസാര ഇട്ട് തേങ്ങ അരച്ച് തേങ്ങയ്ക്കകത്ത് പച്ചമുളകും ചുമന്നുള്ളി കടുക് ഇട്ട് അരച്ചു. അത്രേ ഉള്ളൂ. പണ്ട് എങ്ങനെ അമ്മ ഇങ്ങനെ പച്ചടി എന്ന് പറഞ്ഞത് പറ്റിക്കുന്നു. ഞാൻ അങ്ങനെ വെച്ചു. പച്ചടി വേറെ രീതിയായിരിക്കും. അപ്പം നമ്മൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി എരിവ് കൂടുതലല്ല, പച്ചമുളകിന് എരിവ് ചൂടുണ്ട്. കാണിച്ചരാ റിയാക്ഷൻ കാണിച്ചരാ. ഇപ്പൊ ഇട്ടേ കുറച്ച് കഷ്ണം എടുക്കും. ഇപ്പം ബീഫുണ്ട്, അപ്പം എല്ലാം കൂടെ വറുക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുറച്ച് വറുക്കുന്നത് ബാക്കി എടുത്ത് ഫ്രിഡ്ജ് വെക്കുന്നുണ്ട്. വൈകിട്ടെടുക്കാമല്ലോ. ഇത്ര മൊത്തം ഇവർക്ക് രണ്ടുപേർക്കും ഒരേ കാര്യം. നിങ്ങൾക്ക് കുറച്ച് കഷ്ണം അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ചിക്കൻ റെഡിയായി കേട്ടോ. പക്ഷേ അതിൻ്റെ ഒച്ചോർച്ചേ ഓ ഞാൻ കുറച്ചേ എടുത്തുള്ളൂ, ബാക്കി വൈകിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടെ കണ്ടല്ലോ. ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവർക്ക് കാല് എന്തില്ലടാ കാല്
നമ്മൾ കരിയുന്നതാണ് എന്തല്ലേ രണ്ട് ബെഞ്ചിട്ടുണ്ട്. അതൊക്കെ എടുക്കുന്ന റിസ്ക്കാണ്. അതൊക്കെ താഴെ ഓക്കെ. ഈ എല്ലേന്ന് വിട്ട് വന്നാൽ ആ ഇറച്ചി വെന്തെന്നാ അല്ലേ? ഞാൻ ഓവൻ്റെ അകത്ത് വെക്കാമെന്ന് വെച്ചാൽ പിന്നെ ഓർത്ത് ഇവർക്ക് ചിലപ്പോൾ ടേസ്റ്റ് പിടിക്കും. ഇനി കഴിക്കാൻ ആൾ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ കഴിക്കുന്നേ. വെറുതെ ഇരിക്കട്ടെ.